ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് അവൽ വെച്ചിട്ടൊരു ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ അരി കൊണ്ടൊക്കെ ഉണ്ട ഉണ്ടാക്കും. ഇത് അവൽ കൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഉണ്ടയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം അവലെടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ വെല്ലം പാവ് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരളവൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു കൈക്കണക്ക് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 200 ഗ്രാമിന് ആവശ്യമായ വെല്ലം, തേങ്ങ അത്ര എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, ഒരുപാട് അധികം വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ഈ അവൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം, നല്ല ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. കരിയാൻ വേണ്ടിയിട്ട് പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അവൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഏലക്കാപ്പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവൽ ഒരുവിധം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ആക്കിയതിന് ശേഷം അത് തീ ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അത് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസാവുന്നവരെ പൊടിക്കേണ്ട, നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ പാകത്തിന് മീഡിയം ലെവലിൽ ഈ രീതിയിൽ പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവലും തേങ്ങയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ വെല്ലം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ അതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടോട് തന്നെ നമ്മൾ ഉണ്ട പിടിക്കണം. നമ്മൾ അവലോസുണ്ടയൊക്കെ പിടിക്കില്ലേ, അതുപോലെ പിടിക്കണം കേട്ടോ. ചൂടോടെ പിടിച്ചാൽ മാത്രമേ നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉണ്ട പിടിച്ചതിന് ശേഷം നമുക്ക് ആ പൊടിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വിശന്ന് വരുമ്പോൾ അവർക്ക് നല്ലതാണ്. അവൽ നല്ല ഹെൽത്തിനൊക്കെ നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടയെല്ലാം പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.